Yeah. ഇത് ഞാനൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ചാനലിന്റെ പേര് The couple who reads. And ആ കപ്പിൾ ആരാ? നിങ്ങളാണ് ആ കപ്പിൾ. യെസ്. ഓക്കെ. ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമാണ് ഒരു ബുക്ക് ഡിസ്കഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ആൻഡ് എത്ര നാളായി കാണും? 3 വർഷം. 3 വർഷം. അതായത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 3 വർഷമായി. ഓൾമോസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ്. സോ ആദ്യം തന്നെ വിൽ ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് അല്ലേ? ഓക്കെ. മൈ നെയിം ഈസ് അശ്വിൻ. എൻ്റെ പേര് ദീപ്തി. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഞങ്ങൾ രണ്ടുപേരും പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഫാക്ട് ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു വാസ് വർക്കിംഗ് ഇൻ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി. ദീപ്തി ഒരു ലിറ്ററേച്ചർ ആസ്പിറൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയതാണ്. ആൻഡ് പിന്നീട് ഞങ്ങൾ എഡിറ്റോറിയൽ ടീമിലേക്ക് കയറി. ഓക്കെ. അപ്പോൾ പബ്ലിഷിംഗ് ഹൗസിന്റെ ഞാൻ റൺ ചെയ്യുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, അതിൽ എഡിറ്റോറിയൽ ടീമിൽ കയറി അസോസിയേറ്റ് എഡിറ്ററായി. അതിനുശേഷം ഞങ്ങൾ ബിസിനസ് പാർട്ട്ണറായി. അതിനുശേഷം ഞങ്ങൾ ലൈഫ് പാർട്ട്നേഴ്സായി. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു ബേബി ഉണ്ട്. കുഞ്ഞു ബേബി ഉണ്ട്. ആ കുഞ്ഞു ബേബിയുടെ പേര് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ അല്ല, അതൊന്നും തരൂല, കാരണം ഞങ്ങൾ തന്നെ പറയും കുഞ്ഞിൻ്റെ പേര്. സോ കുഞ്ഞിൻ്റെ പേര് തന്നെയുണ്ട് ദ ലവ് ഫോർ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ഹൗ വി ആർ സീരിയസ് in this industry and how we are helping each other when it comes. ഞങ്ങൾ രണ്ടുപേരും എഴുത്തുകാരാണ്, അത് പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും എഴുത്തുകാരാണ്. ആൻഡ് ഞങ്ങളുടെ കൊച്ചിൻ്റെ പേര് അല്ല സ്റ്റോറി രാജനാണ് ഞങ്ങളുടെ കൊച്ചിൻ്റെ പേര്. STORY. ഞങ്ങൾ രണ്ടുപേരും കഥകളിലൂടെ കണ്ടുമുട്ടിയത് കാരണം സ്റ്റോറി എന്ന് പേരിട്ട്. അതെ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ അല്ലേ. ഈ ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ എവിടെ പോയാലും പറയുന്നത്. So last time colleges like yeah. So this is our intro. So this is who we are, Ashwin and Deepti, the couple who reads. Yes. Okay. ഇനി നമ്മുടെ ആദ്യത്തെ ബുക്ക് ഏതാണ് എടുക്കണം എന്നറിയാൻ വേണ്ടി എനിക്ക് ഒന്ന് പറഞ്ഞോ, എന്താണ് സംഭവം? ഞാൻ 2 ബുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ 2 ബുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല എന്താണെന്ന്. നിനക്കറിയില്ല ഇതിലേതാണ്? ഇത് ഏതാണെന്ന് എനിക്കും അറിയാം. സോ സർപ്രൈസിംഗ്ലി ഇത് ഞാൻ സെലക്ട് ചെയ്തു ഞങ്ങളുടെ ഷെൽഫിൽ നിന്ന്, അത് ദീപ്തി സെലക്ട് ചെയ്തു. ഇനി ഇതിന്ന് എനിക്കൊന്ന് എന്താ ചെയ്യണ്ടേ? ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഇതിന്ന് നീ സെലക്ട് ചെയ്യും. അത് രണ്ടുമായിരിക്കും ഞങ്ങളുടെ ഈ മാസത്തെ റീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനാണ്. ഓക്കെ. അതെന്താ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അങ്ങനെയൊന്നുമല്ല. ഓക്കെ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ബുക്കാണ്. അപ്പോൾ ഇത് വെച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇത് അൺട്രാപ്പ് ചെയ്യാം. ഞാൻ വായിക്കാൻ ആഗ്രഹിച്ചൊരു ബുക്ക്, ഇപ്പം തന്നെ വായിക്കാൻ ആഗ്രഹിച്ചൊരു. ആണോ? നീ വായിച്ചിട്ടുണ്ടോ? നല്ല ഡിസൈൻ ആണല്ലോ. സൂക്ഷിച്ച് തുറക്കാൻ പറ്റില്ല. പോകുന്നു ഇത് വീഡിയോ കഴിയാനൊരു കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, പെട്ടെന്ന് റെഡിയാക്കും. ഒരു കറുത്ത കളറാണ്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ക്ലാസിക്സിന്റെ ഇക്സ് ആണോ? ഓ നൈസ്. പെൻഗ്വിൻ. ഓൾറൈറ്റ്. ഓക്കെ. അപ്പോൾ ഈ ബുക്ക് സെലക്ട് ചെയ്ത ആള് തന്നെ ഈ ബുക്കിനെ കുറിച്ച് പറഞ്ഞോളൂ. എന്താണിത്? ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ എല്ലായിടത്തും കാണുന്ന ഒരു ബുക്കാണ് വൈറ്റ് നൈറ്റ്സ്. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് വാങ്ങിച്ചത്? ഇൻസ്റ്റാഗ്രാമിൽ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ. ആൻഡ് കുഞ്ഞു ബുക്കാണ്. എത്ര പേജ് ഉണ്ട്? ഇത് 2 ഷോർട്ട് നോവൽസ് പോലെയാന്ന് തോന്നുന്നു. ഇത് 113 പേജസേ ഉള്ളൂ. നന്നായി. അപ്പൊ എന്റെ സെലക്ഷൻ എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ. കാര്യം നടക്കണമല്ലോ, ഒരു മാസം 2 ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ബുക്ക്. ചെറുതാണ്. ഓക്കെ. വൈറ്റ് നൈറ്റ്സ് എന്നുള്ള ബുക്ക്. ഓക്കെ. റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മാസത്തെ ബുക്ക് റീഡ്, ഫസ്റ്റ് റീഡ്. അപ്പോൾ എനിക്ക് ഒന്ന് 15th ഒക്കെ ആകുമ്പം മേ ബി, അതായത് ജൂൺ 15th ആകുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ബുക്ക് ഡിസ്കഷൻ വീഡിയോ ഇടും. സോ ബൈ ദാറ്റ് ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിക്കാം. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഈ ബുക്ക് വാങ്ങുന്നുണ്ട്. എനിക്കൊന്ന് ഇറ്റ്സ് എ ബെസ്റ്റ് സെല്ലർ. It's been sold for 99 rupees. We bought it for 97. We bought it for 97 rupees. അപ്പോൾ it's quite affordable ആണ്. അപ്പോൾ MRP is 150. അപ്പോൾ എനിക്കൊന്ന് നിങ്ങൾക്കും ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ആ ബുക്ക് ഡിസ്കഷനിൽ യു ക്യാൻ ബി ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ് കമൻസിലൂടെ. ആൻഡ് ദിസ് ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ യൂട്യൂബ്. വി വിൽ ബി
hosting this episode in Spotify also. So അവിടെയും ഒരു ഡിസ്കഷൻ ഫോറം ഉണ്ടാവും ആൻഡ് യു ഗൈസ് ക്യാൻ റീച്ച് ഔട്ട് ടു us ഓൾസോ റിഗാർഡിങ് ദിസ്. സോ ഇതാണ് അവരുടെ ആദ്യത്തെ റീഡ്. സോ ഇങ്ങോട്ട് വായിച്ചു തുടങ്ങണം അല്ലേ? ഓക്കെ. ആൻഡ് ഇനി ദീപ്തിക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ്. എന്തോ പോലെ സൈസ് കുറഞ്ഞതെടുക്കണേ. കൂടുതൽ എടുക്കുകയുള്ളൂ. അത് എടുത്തോ. ഒരെണ്ണം ചേർത്ത് ഒരെണ്ണം വലുതായിരിക്കട്ടെ, നോക്കാം. പഠിച്ചോളൂ. അപ്പം ഇത് രണ്ടും നമ്മളെപ്പോൾ പൊട്ടിക്കും? അത് രണ്ടും നമ്മള് ജൂൺ അവസാനം. അപ്പോൾ ജൂൺ അവസാനമാണ് ഈ ബുക്കിന്റെ ഡിസ്കഷൻ പറയാം. അതിന് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ മറ്റേ ബുക്ക് പൊട്ടിച്ച് തുടങ്ങുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പം അന്ന് വേറെ ബുക്കും മാപ്പ് ചെയ്യണ്ടേ? അന്ന് വേറെ ബുക്ക്. ഇത് മറ്റേ പേപ്പർ സൂക്ഷിക്കാൻ വേണ്ടി കുറേ ടൈം എടുത്തു ചെയ്യാനായിട്ട്. കുഴപ്പമില്ല, ഞാൻ കട്ട് ചെയ്തോളാം. ഞാൻ പൊട്ടിച്ചു തരട്ടെ? മറ്റേ യെസ്, ഒന്നും ചെയ്തില്ല, പോറും. അതെ, ഇങ്ങനെയുള്ള കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. യെസ്. ഇത് ബുക്കിൻ്റെ ബാക്ക് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. സോ ഏതാ? ഖലീദ് ഹുസൈൻ. യെസ്, ഖലീദ് ഹുസൈൻ്റെ ആണ്. ഇത് വായിച്ചിട്ടില്ലേ? ശരിക്കും ഇത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്താ വായിച്ചത്, പക്ഷെ എനിക്ക് ഒരു ഓർമ്മയില്ല. നന്നായി. അപ്പോൾ എൻ്റെ സെലക്ഷൻ മോശമല്ല. അപ്പോൾ യു ഹാവ് ടു റീഡ് ഇറ്റ് അഗൈൻ അല്ലേ? ഒന്നും ഓർമ്മയില്ല. അതാണ് ചിലരുടെ പ്രത്യേകത. ചില സിനിമകളൊക്കെ കണ്ടാൽ നമുക്ക് ഒന്നും ഓർമ്മ വരത്തില്ലല്ലോ. അതുപോലെയാണ് ദീപ്തിയുടെ കാര്യത്തിൽ. ബുക്ക് വായിച്ച് ഞാൻ അടുത്ത ദിവസം മറക്കും. വിഷു ഇപ്പോൾ എളുപ്പമുണ്ടല്ലോ, പുതിയ ബുക്ക് വാങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞ് ബുക്കിൽ ഷെൽഫ് നോക്കിയാൽ ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്. അതിനകത്ത് മറ്റേ ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ച പർച്ചേസസിൻ്റെ ബുക്ക് എത്ര ഉണ്ടോ നോക്കിയാണ്. ഞാനല്ല വാങ്ങിച്ചത്, അല്ലെ ആപ്പടെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇത് എത്ര പേജ് വരുന്നുണ്ട്? ഇതിൻ്റെയും പ്രോഡക്റ്റ് ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. 413 pages ആണ് reading guide. 412 pages. Okay, so this is our second read and it will be ഇതിന്റെ book discussion will be hosted when June month last. Alright, so കുറച്ച് വായിച്ചിട്ടുണ്ട്. അതാണ് ധൈര്യമായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ these are the two books that we will be having a book discussion. June month. And there's one more surprise. Like ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വി വോണ്ട് ടു ഡു ദിസ് ഫോർ എ ലോങ് ടൈം. ലൈക്ക് ഐ സെഡ്, ഇതൊരു ഭയങ്കര ഒരു പാഷൻ പ്രൊജക്റ്റ് ആയിരുന്നു. ആൻഡ് ഐ ഹാവ് ടു കൺഫസ് ദർ ഇസ് ടു മോർ റീസൺസ് ദാറ്റ് വൈ വി ആർ ഡൂയിങ് ദിസ്. എൻ്റെ കാരണങ്ങളാണ്. എൻ്റെ കാരണം ഒന്ന്, കൃത്യസമയത്ത് താടി പഠിക്കും. യൂട്യൂബിൽ വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയ മറ്റേത് ഐ ഓൾവേസ് പ്രിഫർ ബീങ് മെസ്സി. സോ കൃത്യമായിട്ട് നല്ല കോലത്തിൽ എനിക്ക് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പറയുമ്പോഴും ടു ബി വെരി ട്രൂത്ത്ഫുൾ, ഇറ്റ്സ് ക്വയറ്റ് വെരി ബിസി ഷെഡ്യൂൾസ് ആൻഡ് ലോട്ട് ഓഫ് കമ്മിറ്റഡ് പീപ്പിൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വായിക്കാൻ അധികം സമയം എനിക്ക് കിട്ടാറില്ല, ദീപ്തിക്ക് പിന്നെയും കിട്ടാറുണ്ട്. മൈ വർക്ക് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ട്രാവൽ ഓൾസോ. സോ എന്നെ പിടിച്ചിരുത്തി വായിക്കാനുള്ളൊരു ദീപ്തിയുടെ ഒരു തന്ത്രം കൂടെയാണ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വീഴുകയാണ്. ആൻഡ് അഗെയിൻ, സിൻസ് വി ആർ ഫ്രം ദിസ് ബാക്ക്ഗ്രൗണ്ട്, വി വോണ്ടഡ് ടു ബി എ കമ്മിറ്റഡ് റീഡർ ഓൾസോ. റൈറ്റർ എന്നുള്ളതും അല്ലെങ്കിൽ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ മാത്രമല്ല, റീഡർ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല, റൈറ്ററും ഇല്ല, പബ്ലിഷിംഗും ഇല്ല, ഒന്നുമില്ല. സോ ദീസ് ആർ അവർ ടു ബുക്സ് ഫോർ ഡിസ്കഷൻ. സോ ദാറ്റ്സ് ഓൾ. ആൻഡ് ഞങ്ങളുടെ ബുക്കിൻ്റെ കുറിച്ചുള്ള ഡിസ്കഷന് പല സെഗ്മെൻ്റ് ആയിട്ടാണ് അല്ലേ, ഓരോരോ സെഗ്മെൻറ്റിലുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് വരുമ്പോൾ കാണാം. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ് അല്ലേ, ഇങ്ങനെയല്ലേ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതെ. സോ ആൻഡ് ഓൾവേസ് റിമെമ്പർ, this is meant for book lovers, book nerds, and people who are just stepping into reading. All are welcome. And ഞങ്ങൾ മറ്റേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് രീതിയിലൊന്നുമല്ല ബുക്ക് ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അഗൈൻ മലയാളം മംഗ്ലീഷിലും ഒക്കെയാണ് ഞങ്ങൾ സംസാരിക്കാൻ വരുന്നത്. സോ വി നോ അവർ ഓൺ ക്രൗഡ്. സോ we hope we will make you happy enough to be ഒരു കിടക്കാച്ചി റീഡർ ആവട്ടെ. എന്തായാലും ബ്ലൂപ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലല്ലേ? വേറെ ഒന്നുമില്ല. സോ വൺസ് അഗൈൻ താങ്ക് യു ഓൾ. ബുക്കിൻ്റെ ചാനലിൻ്റെ പേര് ദ കപ്പിൾ ഹു റീഡ്സ്. ഒരു കുറച്ചും ഡ്രമാറ്റിക് സ്റ്റൈലായിട്ട് പറയുകയാണെങ്കിൽ
ചാനലിന്റെ പേര് കുറച്ചും കൂടെ റൊമാൻറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ദ കപ്പിൾ ഹൂ റീഡ്സ്. ശരി, ചാനലിന്റെ പേര് ദ കപ്പിൾ ഹൂ റീഡ്സ്. ഓൾറൈറ്റ്, മതി. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. താങ്ക് യു. ട്രോള് മിക്കവാറും കിട്ടും.